നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് മുട്ടക്കറിയും ഗോതമ്പിൻ്റെ പുട്ടും ഉണ്ടാക്കി കഴിക്കാൻ ഒരാഗ്രഹം. അപ്പോൾ കഴിക്കാൻ കുറച്ച് ദിവസമായി പുട്ടുണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ എന്നിട്ട് എനിക്ക് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ വറുത്തരച്ച മുട്ടക്കറി വീട്ടിൽ വൈഫ് ഉണ്ടാക്കും. നല്ല ടേസ്റ്റ്. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അത് ഇഷ്ടമാണ് കേട്ടോ, ഈ മുട്ടക്കറിയിലെ ഇറച്ചിക്കറിയിൽ കിഴങ്ങ് കഴിക്കാനും. അപ്പോൾ കിഴങ്ങൊക്കെ രണ്ടെണ്ണം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഉള്ളി തക്കാളി കഴിഞ്ഞപ്പോൾ എൻ്റെ കത്തിക്കൊരു ചെറിയ പണി കിട്ടിയ. കഴിഞ്ഞ ദിവസം ഞാൻ ചിക്കൻ വെട്ടിയത് നാട്ടിൽ നിന്ന് നല്ല വാളുകത്തി ഇറന്നു, പക്ഷെ പണി കിട്ടിപ്പോയി. മൊത്തം അതിൻ്റെ മൂർച്ചയും പോയി. ഇനിയിപ്പോൾ അടുത്ത നാട്ടിൽ പോകാൻ ഒരു വെയിറ്റ് ചെയ്യണം ഇൻഷാ അല്ലാ. നല്ല കത്തിയാണ് നാട്ടിൽ നിന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാം സംഭവങ്ങൾ റെഡിയായി. ചട്ടി ചുടയൊക്കെ കുറച്ച് കടുകും വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് ഉള്ളി കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റാൻ വെച്ചു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം സമയത്ത് കുറവുകൊണ്ട് നോർമലി ഇതൊക്കെ റെഡിയാക്കി വെക്കും. പിന്നെ ഒരു തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചു. ആ തീ കുറഞ്ഞ ഫ്ലെയിമിൽ വെന്ത് ചെയ്യുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് കിട്ടും. പിന്നെ ആദ്യം മസാല ഒന്നും ഇട്ടില്ല, കാരണം തേങ്ങ ഇറക്കുന്ന മസാല ഞാൻ കുറച്ച് ഇട്ടാറ്. അപ്പോൾ കുറച്ച് ഗരം മസാല മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ തേങ്ങ വറുത്തരച്ച് ഞാൻ പറഞ്ഞേ, നമ്മുടെ ഷംന ജെസുവിൻ്റെ വൈഫ് തന്ന നാട്ടിൽ നിന്നുണ്ടായിരുന്നു. അത് വറുത്തരച്ച് മുട്ടക്കറി റെഡി ആയിട്ട് മാഷാ അല്ലാ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കാണും പോലെയല്ല. അപ്പോൾ ഫുജിയറല്ലോ വന്നാൽ കഴിച്ചിട്ട് പോവാം.